ഓം ബിഭ്രദ്യോർഭിക്കുടാരം മൃഗമഭയവരദഹസ്തോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്തഃ സരസിജനിലയോ വ്യാഘ്രചർമാർത്തവാസ ധ്യായോ മുക്താപരാഗാമൃതരസകലിതാദ്രിപ്രഭ പഞ്ചവക്ത്ര സ്ത്രക്ഷ കോടീരകോടീ ഘടിതതു ഹിനരോച്ചിഷ്കലാ തുംഗമൗലീ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. ഹരേ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹ പുഷ്പങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതം അനുനിമിഷവും നാം സന്തോഷപൂരിതമാക്കി തീർക്കണം. കാരണം ഋഷീശ്വരന്മാർ നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് നമുക്ക് നൽകിയ നിധി കുംഭങ്ങളാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധമാക്കുക, 24 കാരറ്റ് ഡയമണ്ട് ആക്കുക എന്നുള്ളതാണ് ഋഷീശ്വരന്മാരുടെ വിഷനും മിഷനും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്നത് 90% ഇപ്പോൾ AI-യുടെ സഹായത്തോടു കൂടിയിട്ടാണ്. അൾട്രാ മോഡേൺ സയൻസിൻ്റെ പുരോഗതി സമാനതകളില്ലാത്ത രീതിയിലാണ് പുരോഗമിച്ച് വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹത്തിൻ്റെ ജീവിതം. അതുകൊണ്ട് എല്ലാ ഭൗതിക നേട്ടങ്ങളും നാം നേടിയിരിക്കണം. നേടേണ്ടതൊക്കെ നേടിയിരിക്കണം. ധർമാർത്ഥ കാമമോക്ഷങ്ങളൊക്കെ ഈഫ് ഇൻ എനി കോസ്റ്റ് അച്ചീവ് ചെയ്തിരിക്കണം. ഒപ്പം ഈ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയിരിക്കുന്ന ധർമ്മശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാരണം സ്ട്രെസ്സും സ്ട്രെയിനുമുള്ള ജീവിതമാണ്. സ്ട്രെസ്സും സ്ട്രെയിനുമുള്ള ജീവിതത്തിൽ നിന്നും സ്ട്രെങ്ത്തുള്ളൊരു ജീവിതം, അതിശക്തമായ മനസ്സാന്നിധ്യത്തിലുള്ള ഒരു ജീവിതം. അപ്പോൾ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം? ഇത് വേദങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീരാമചന്ദ്രപ്രഭു നമുക്കെല്ലാവർക്കും അറിയാം. കയ്യിൽ അമ്പും വില്ലും ഉണ്ടാവും. അയ്യപ്പസ്വാമീനെ എനിക്ക് ബഹുപരിചയ. ഞാനിതിനിടെ കണ്ടു പുള്ളിക്കാരനെ. ഞാൻ ഉരക്കുഴി തീർത്ഥത്തിന് ഇപ്പുറത്തെ വളവിൽ വെച്ചിട്ടാണ് കണ്ടത്. അപ്പോൾ പുള്ളിക്കാരൻ പുലിപ്പുറത്താണ് ഉണ്ടായിരുന്നത്. കയ്യിൽ അമ്പും വില്ലുമാണ്. ഭാരതീയ ഹൈന്ദവ ദർശനങ്ങളിൽ ബഹുഭൂരിപക്ഷം ദേവീദേവന്മാരുടെ കയ്യിൽ അമ്പും വില്ലുമാണ്. നമുക്കറിയാം അർജുനൻ ചേട്ടൻ്റെ കയ്യിലും അമ്പും വില്ലുമാണ്. മഹാവിഷ്ണുവിൻ്റെ കയ്യിലും അമ്പും വില്ലുമുണ്ട്. ഇത്രയേ ഉള്ളൂ. പ്രണവോധനു ശരോഹ്യാത്മ ബ്രഹ്മോത്ത ലക്ഷ്യമുച്ചതേ. എന്ത് അസന്നിഗ്ധമായിട്ടാണ് ഋഷി പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കൂ. പ്രണവോധനു, എൻ്റെ പ്രാണനാണ്. ഞാൻ ചിന്തിക്കുന്ന ഈ സർവ്വതും എനിക്ക് പ്രാണനാണ്. ഈ പ്രാണനാണ് പ്രണവം. പ്രണവമാണ് ചരാചരാത്മകമായ പ്രപഞ്ചം. പ്രണവോധനു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ധനുസ്സാണ് പ്രണവം. ശരോഹ്യാത്മാ, ശരമാണ് ആത്മാ.
ബ്രഹ്മത്തല്ലക്ഷ്യമുച്ചതേ. ബ്രഹ്മമാണ് ജഗദീശ്വരനായ പരമേശ്വരനായ ജഗതോദ്ധാരകനായ ജഗന്നിയന്താതാവായ ആ പരമേശ്വരനാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. എന്ത് അസന്നിഗ്ധമായിട്ടാണ് ഋഷി ശ്രുതിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ മനസ്സിനെ പടിപടിയായി ഉയർത്തുക. അപ്പോൾ ഈ മനോവികാസ കേന്ദ്രങ്ങളാണ് ഈ ഋഷിയുടെ വിഷനും മിഷനുമാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും. ഒരു ഹിന്ദു എന്ന നിലയിൽ ഏറ്റവും എന്നെ പ്രൗഢോടുകൂടി ആത്മാഭിമാനത്തിലേക്ക് എന്നെ ഉയർത്തുകയും വളർത്തുകയും ചെയ്ത മൈൻഡ് ട്രാൻസ്ഫോമിംഗ് സെൻ്ററാണ് ഈ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും. ISRO ചെയർമാനോട് നമ്മുടെ എന്താണ് കഴിഞ്ഞ റിട്ടയർഡായിട്ടുള്ള സോമനാഥ് സാറിനോട് ചോദിച്ചു, നിങ്ങൾ ഇതിനിടെ ഒരു ഉപഗ്രഹം വിട്ടിട്ട് പാളിപ്പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് പൂജയും വഴിപാടും ഇതൊക്കെ കഴിച്ച് തിരുപ്പതി പോയിട്ട് ഇത് ചെയ്തിട്ടല്ലേ ഈ രണ്ടാമത് വീണ്ടും വിജയിച്ചത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതെ, അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ അന്ധവിശ്വാസവും അനാചാരവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതല്ലേ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എടോ തൻ്റെ പേരെന്താണ്? എൻ്റെ പേര് നിഷിത് ചൈതന്യജി. നീ ഭാര്യ വീട്ടിൽ പോകാറില്ലേ? ഉണ്ട്. അച്ഛൻ്റെ വീട്ടിൽ പോകാറില്ലേ? ഉണ്ട്. അമ്മയുടെ വീട്ടിൽ പോകാറില്ലേ? ഉണ്ട്. കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോകാറില്ലേ? ഉണ്ട്. ചിറ്റയുടെ വീട്ടിൽ പോകാറില്ലേ? ഉണ്ട്. അതെന്താണ്? അതെൻ്റെ സംസ്കാര തിരുമേനി. അതുപോലെ തന്നെ ഒരു സ്ഥലവും ഗൃഹം, സ്വന്തം ഗൃഹം പോലെയുള്ള ഒരു ഗൃഹം, ബന്ധുഗൃഹം. ഇതം ശരീരം കൗന്ദയ ക്ഷേത്രമിത്യഭിധീയതേ. ഭഗവാൻ അസന്നിഗ്ധമായി ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നു. ഇതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, സനാതനമായ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഒരു ബന്ധുഗൃഹത്തിൽ പോകുന്നത് അച്ഛനും അമ്മയും ഭാര്യയും മക്കളും ഉള്ള കുടുംബ പശ്ചാത്തലം പോലെയുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദുവിന് ക്ഷേത്ര സംസ്കൃതി. അത് കുളിച്ച് തൊഴുത് കുറേ കാര്യങ്ങൾ നേടാനുള്ള ഒരു സെൻ്ററാക്കി മാറ്റരുത്. കാരണം ബുദ്ധി പര്യവതിഷ്ഠതി. ഭഗവത്ഗീതയിൽ ഊട്ടി ഉറപ്പിക്കുകയാണ് മനുഷ്യ മനസ്സിനെ. ബുദ്ധി പര്യവതിഷ്ഠതി. ഈ ബുദ്ധിയെയാണ് അവനവൻ്റെ വ്യക്തിത്വ വികാസത്തിന് പ്രതിഷ്ഠിക്കേണ്ടത്. അപ്പോൾ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയിലും ആ പ്രതിഷ്ഠ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്താണ്, ബുദ്ധിക്കകത്താണ് ആ ചൈതന്യം പ്രതിഷ്ഠിക്കേണ്ടത്. അപ്പോൾ ബുദ്ധി എന്ത് ബുദ്ധിയാണ്? ഒന്നുമില്ല, നമ്മളൊക്കെ മത്സര ബുദ്ധിയിലാണ്. ചേട്ടനൊരു 2 നില കെട്ടിടം വെച്ച് കഴിഞ്ഞാൽ ചേട്ടനോടുള്ള മത്സര ബുദ്ധിയിൽ ഞാനിവിടെ ഒരു വീടെടുക്കുകയായി, ലോകത്തുള്ള മുഴുവൻ ലോണും എടുക്കുകയായി, അവസാനം ജപ്തി ചെയ്യുമ്പോൾ ബാങ്കുകാർക്കെതിരായിട്ട് TV-കാരെ വിളിച്ച് പറയുകയായി. അനുജനൊരു BMW കാറ് വാങ്ങിച്ചിട്ടാകുമ്പോൾ മത്സരബുദ്ധിയിൽ ഞാനും ഒരു കാറ് മേടിക്കുകയായി. ഭാര്യയുടെ അനുജത്തി അവരുടെ കുഞ്ഞിനെ ICSE സിലബസ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മത്സരബുദ്ധിയിൽ ഞാനും എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ചേർക്കുകയായി അതിനേക്കാൾ വലിയ ഒരു സ്കൂളിലോട്ട്. ഇങ്ങനെ ജീവിതം മുഴുവൻ മത്സരബുദ്ധിയിൽ നാം ജീവിക്കുകയും ഈ സർവകലാശാല, ഈ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ മക്കളെയും വളർത്തുന്നു. ഏത്? മത്സരബുദ്ധി. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ മത്സരബുദ്ധിയിൽ ജീവിക്കുന്ന നാം ഈ ക്ഷേത്രത്തിനകത്തോട്ട് പോയി തിരിച്ചു വരുമ്പോഴേക്കും ക്ഷേത്രത്തിൽ ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിൽ നമ്മളിപ്പോൾ വൈക്കത്തമ്പലത്തിൽ പോകുന്നതാണ് വെച്ച് കഴിഞ്ഞാൽ വൈക്കത്തപ്പനെ അനുഗ്രഹിച്ച് അനുഭവിച്ച് അതായിത്തീരുകയാണ്. അപ്പോൾ ഈ മത്സരബുദ്ധിയിൽ നിന്നും പ്രസാദ ബുദ്ധിയിലോട്ട് വരുന്നതാണ്. പ്രസാദേ സർവദുഃഖാനീരസ്യോ ഉപചായതേ. അപ്പോൾ സർവദുഃഖങ്ങൾക്കും ഒരു ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ മത്സരബുദ്ധിയിൽ നിന്നും പ്രസാദ ബുദ്ധിയിലേക്കും, പ്രസാദ ബുദ്ധിയിൽ നിന്നും പ്രശാന്ത ബുദ്ധിയിലേക്കും, അതെന്താ തിരുമേനി പ്രശാന്തി ബുദ്ധിയിലേക്കും, അതെന്താ തിരുമേനി പ്രകാശബുദ്ധിയിലേക്കും, അതെന്താ തിരുമേനി? അതൊരു കാര്യം ചെയ്യൂ, എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കളനാശിനി പോലെ പോരാ.
എട്ടക്കെട്ടൊക്കെ മിക്ക ദിവസങ്ങളിലും അമ്പലത്തിൽ പോകണം. വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ട് ഒരു 5 മണിക്ക് അമ്പലത്തിലെത്തിയിൽ ഗോപുരം കടന്നു കഴിഞ്ഞ ഉടനെ തന്നെ ആ ശിവൻ നാരായണ 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 ദേവീക്ഷേത്രം വെച്ചാൽ അമ്മേ നാരായണ ഓം ദുർഗാം ദേവീം ശരണമഹം പ്രവദേ ഓം ഐഹ്രീം ദുർഗാം ദേവീം ശരണമഹം പ്രവദേ ഓം ഐഹ്രീം ദുർഗാം ദേവീം ശരണമഹം പ്രവദേ. ശിവക്ഷേത്രം വെച്ചാൽ നമശിവായ നമശിവായ അങ്ങനെ ജപിച്ച് ഒരു 16 പ്രാവശ്യം ക്ഷേത്രത്തിന് പുറത്തൂടെ പ്രദക്ഷിണം വെച്ച് അപ്പോഴാണ് ആ തമോ ഗുണം, ആലസ്യം, വയ്യ, പോയി, ആനയാണ്, മുട്ടുവേദന, കാലുവേദന, തലവേദന, വയറുവേദന, ഊരവേദന, നടുവേദന ഒക്കെ അങ്ങോട്ട് പോയി എനർജറ്റിക്കലാവും. ഫുഡ് മസാജിങ്ങും കിട്ടി. അപ്പോൾ തമോ ഗുണത്തിൽ നിന്നും വന്ന് രജോ ഗുണത്തിലോട്ട് കയറി. അപ്പോൾ ദീപാരാധനയാവും. ദീപാരാധനയൊക്കെ ശ്രീലകത്തിൻ്റെ മുന്നിൽ അങ്ങോട്ട് നിൽക്കുമ്പോൾ അടൽ ബിഹാരി വാജ്പേയി പൊക്രാനിൽ പൊട്ടിച്ച കണക്കനാണ്. അവിടെ സോപാനം ഇടക്ക മുട്ടുന്നുണ്ടാവും, ഇടക്ക മുട്ടി പാടുന്നുണ്ടാവും. ബുദ്ധിയെ ഒരു ദുർബുദ്ധിയിലേക്കും ഒരു കുബുദ്ധിയിലേക്കും ഒരു ചതിയിലേക്കും ഒരു വഞ്ചനയിലേക്കും പോവാതെ അങ്ങനെ ഷാർപ്പായി സോപാനത്തിൻ്റെ മുന്നിൽ തന്നെ നിർത്തി അടഞ്ഞിട്ട ശ്രീലകത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ദീപാരാധന നട തുറക്കുകയായി. ആ പ്രകാശം മനസ്സിലേക്കും ബുദ്ധിയിലേക്കും കോശങ്ങളിലോട്ടും ഞരമ്പിലോട്ടും പ്രവേശിക്കുന്നതാണ് പ്രകാശബുദ്ധി. ഈ ദീപാരാധനയിൽ നിന്നും നമ്മൾ ഉയരുകയായി. പ്രകാശബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ കാണുന്ന മുഴുവൻ പ്രകാശപൂരിതമായിരിക്കും. പ്രകാശത്തിൽ എന്തും കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു വ്യക്തത വരും. മക്കളെ കൂട്ടിക്കോ, ദീപാരാധന തൊഴിയിച്ചോ, പ്രകാശബുദ്ധിയിൽ നിന്നും ഉയർന്ന കുട്ടികൾ പോയി പഠിക്കട്ടെ, അവരൊക്കെ ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചോട്ടെ. ഇനി തിരക്കൊന്നുമില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കുക, ക്ഷേത്രത്തിൽ തന്നെ നിൽക്കുക. അവിടെ എങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പം അത്താഴപൂജ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അത്താഴപൂജ മധ്യത്തെങ്കിൽ ശ്രീഭൂതബലിൻ്റെ ശരണമയ്യപ്പ എല്ലാം കഴിഞ്ഞ് അവിടെ ശബരിമലയ്ക്ക് ആകുമ്പോൾ ഹരിവരാസനവും ഉണ്ടാവും. അല്ലെങ്കിൽ ആ നടയടക്കുന്ന വലിച്ചടക്കുന്ന ഒരു ഒച്ചയും കൂടെ കേൾക്കാൻ പറ്റും. ആ സമയമാകുമ്പോഴത്തേക്കും അതുവരെ ഉണ്ടായിരിക്കുന്ന എല്ലാം ആത്മാവിൽ ലയിച്ച് നടക്കുന്ന സുഖസുഷുപ്തോ യഥസുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം. യഥാ സുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം. ദുഃഖമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥതയിലേക്ക് ആ ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയും നടയടക്കുന്നതോടുകൂടി പരമശാന്തമാകുന്നു. അപ്പോൾ അവിടെയുള്ള ഓരോ ശ്രദ്ധിക്കണം, നോട്ട് ദാറ്റ് പോയിൻ്റ്, അനന്യഭക്തരും അവരുടെ മനസ്സിനും പരമശാന്തിയോടുകൂടി. ഇതാണ് അമ്പലത്തിൽ ശാന്തി പോയോ ഇപ്പം അങ്ങോട്ട് തിരുമേനിനെ പറയണത് ശാന്തി എന്നാണ് പറയാം. മേൽശാന്തി, കീഴ്ശാന്തി, സഹശാന്തി. ശാന്തി പോയോ അങ്ങോട്ട്? അപ്പോൾ പരമശാന്തമായ മനസ്സുമായിട്ട് നമുക്ക് ജീവിതത്തിലോട്ട് കിടക്കാം. ഇതിനാണ് പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ പറയുന്നു, വ്യവസായാത്മിക ബുദ്ധി, ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള അതിശക്തമായ ടൈം ബോംബ് പോലെ, ബ്രഹ്മോസ് പോലെയുള്ള ശക്തിയുള്ള മനസ്സിനെയാണ് വ്യവസായാത്മിക ബുദ്ധി. അപ്പോഴോ സ്ട്രെസ്സും ഇല്ല, സ്ട്രെയിനും ഇല്ല. സ്ട്രെസ് അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പണിയെടുക്കും? സ്ട്രെസ് ഹോർമോൺ അങ്ങോട്ട് ഡോപ്പമിൻ എന്നും പറഞ്ഞിട്ട് 100,000 ഹോർമോൺ അങ്ങോട്ട് കയറി ബുദ്ധിക്കകത്തും ബോധത്തിനകത്തും ചിന്തകളും തലച്ചോറിലും മുഴുവൻ അങ്ങോട്ട് കയറും. അപ്പോൾ 100,000 പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആസ് യൂഷ്വലായിട്ടുള്ള മലയാളി വൈകുന്നേരം ആകുമ്പോൾ 3 മണിയാകുമ്പോൾ അവർ ഉള്ള കാശും കൊണ്ട് എവിടെ പോയി നിൽക്കും? ബിവറേജ് കോർപ്പറേഷനിൽ ക്യൂ നിൽക്കും. അപ്പോൾ മദ്യവും മയക്കുമരുന്നും ലഹരിക്കടിമയാകുന്നു. സ്കൂൾ കുട്ടികൾ മുതൽ ചാവാൻ പോകുന്ന കളവന്മാരടക്കം. സ്വാമിയെ ശരണമയ്യപ്പ, എടശ്ശേരി എന്ന ബാറുണ്ട് എറണാകുളത്ത്. ഇന്നലെ അവിടെ സംഭവിച്ചതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ സ്ത്രീ സൗഹൃദ ബാറാണ്. അവിടെ സ്ത്രീ സൗഹൃദ, സ്ത്രീകൾ മുഴുവൻ അങ്ങനെ അർദ്ധനഗ്നമായിട്ട് യൂറോപ്പിലൊക്കെ പോകുന്നതാണ്. അങ്ങനെ DJ പാർട്ടിയൊക്കെ ചാരായം കുടിച്ചു എന്തോ തോണ്ടോ പിടിക്കുകയോ വലിക്കുകയോ എന്തോ ചെയ്തു. ആ കുപ്പി പൊട്ടിച്ചിട്ട് മറ്റവൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി. തൃപ്പൂണിത്തറക്കാരി ഒരു ചേച്ചി. അപ്പോൾ ഇത്രയധികം ആൾക്കാർ ഈ ലഹരിക്ക് പിറകെ കുട്ടികളടക്കം പോകാൻ കാരണം ഒന്നും മാത്രമേ ഉള്ളൂ,
സ്ട്രെസ്സും സ്ട്രെയിനും കാരണം സ്ട്രെസ് ഹോർമോൺ ഡോപ്പമിൻ അടക്കം വർദ്ധിപ്പിച്ച് വന്ന് വികസിച്ച് വന്ന് ഈ ലഹരിയിലോട്ട് ഈയാമ്പാറ്റകളെപ്പോലെ പോയി വീഴുകയാണ്. ഈയാമ്പാറ്റകളോ അവരുടെ ചിറകുകൾ കരിഞ്ഞ് താഴെ വീണ് പെടഞ്ഞ് മരിക്കുമ്പോൾ ഉറുമ്പുകൾ വന്ന് കടിക്കും. ആ ഉറുമ്പുകളുടെ കടിയുടെ വേദനയും കൊണ്ട് പെടഞ്ഞ് മരിക്കും. അതുപോലെ കിഡ്നി പൊട്ടിത്തെറിച്ചിട്ടും ക്യാൻസർ വന്നിട്ടും ജീവിച്ചിരിക്കുന്ന ശവങ്ങളായിട്ട്, ശവപ്പെട്ടിയിലെ ശവങ്ങളായിട്ട് ആധുനിക മലയാളി ജീവിക്കും. ഇതിൽ നിന്ന് ആട്ടിമുട്ടി ഒരു പരിവർത്തനം ഞാനും നിങ്ങളും അടങ്ങുന്ന ഹിന്ദു സമൂഹത്തിന് വരുത്താൻ വേണ്ടിയിട്ടാണ് ശങ്കരാചാര്യം സാക്ഷാൽ വൈദ്യനാഥനായ മഹാദേവൻ, ദക്ഷിണാമൂർത്തിയായ പരമേശ്വരൻ ശങ്കരാചാര്യരായി ഇവിടെ അവതരിച്ചിട്ട് പറഞ്ഞു, മണികണ്ഠ, നിന്നെപ്പോലുള്ള എൻ്റെ ആത്മമിത്രങ്ങൾക്ക്, നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോ സഹോദരന്മാർക്കും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിതാ 2 വരി എഴുതുകയാണ്. അതാണ് സൗന്ദര്യലഹരി. എന്ത് മനോഹരമാണ്! കുടുംബം തന്നെ ലഹരിയാക്കി മാറ്റാനാണ് ഋഷീശ്വരന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. ശങ്കരാചാര്യർ പറയുന്നു കുടുംബം ലഹരിയാക്കി മാറ്റണമെന്ന്. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജ്. ആധുനിക സ്ത്രീകളുടെ വാനിറ്റി ബാഗിൽ ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും കൊണ്ട് നിറച്ച ആചാര്യ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ ഉപമിക്കുക. ഏതായാലും ശരി, ആ സൗന്ദര്യ ലഹരി ഉള്ളിടത്തോളം കാലം നമുക്ക് മറ്റൊരു ലഹരി തേടി പോകേണ്ട ഒരു ഗതികേടില്ല. ശ്രദ്ധിക്കൂ, ശിവശക്തിയുക്തോ യദി ഭവതി ശക്ത പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി. ശിവശക്തിയുക്തോ, ഈ സ്റ്റീൽ റോൾ ഇവിടെ നിലനിൽക്കുന്നത് ഈ മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ ശക്തി ഉണ്ടായതുകൊണ്ടാണ്. ഈ ക്യാമറ ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൽ ശക്തി ഉണ്ടായതുകൊണ്ടാണ്. ഈ ലൈറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത് എനർജി ഉണ്ടായതുകൊണ്ടാണ്. ഞാനിവിടെ നിലനിൽക്കുന്നത് എനർജി ഉണ്ടായിരിക്കുന്നതാണ്. ആ ശക്തിയാകണം എന്നിൽ നിലനിൽക്കുന്ന എൻ്റെ ശക്തിയാണ് എൻ്റെ ലഹരി, അതിൻ്റെ സൗന്ദര്യം. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ സൗന്ദര്യത്തിനും സൗന്ദര്യം നൽകിയ ജഗദീശ്വരനായ പരമേശ്വരൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം. അങ്ങനെ ആ സൗന്ദര്യം പഠിപ്പിച്ച് ശങ്കരാചാര്യർ ശ്രീശൈലത്തിലെത്തി. ശ്രീശൈലത്തിലെ മല്ലികാർജുന സ്വാമിയെ സ്തുതിച്ചുകൊണ്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അങ്ങടെ മാനവരാശിയെ ഉയർത്താൻ വേണ്ടി ശങ്കരാചാര്യ, എനിക്കത് പറയാൻ പോലും പറ്റുന്നില്ല, ശിവാനന്ദ ലഹരി എഴുതി. എന്താണ് ശിവാനന്ദ? ശിവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, മംഗളം എന്ന് പറഞ്ഞാൽ ഞാനാണ്, ശിവൻ എന്ന് പറഞ്ഞാൽ എന്നിലെ ജീവചൈതന്യമാണ്. ആ ശിവാനന്ദ ലഹരിയിൽ അതിമനോഹരമായി പറയുന്നു. ശ്രദ്ധിക്കണം, ഈ ബുദ്ധിയിൽ, ബോധത്തിൽ, ചിന്തകൾക്ക് ശ്രദ്ധിക്കണം, ചിതാഗ്നിക്ക് നമ്മളെ ശവം മാത്രമേ കത്തിക്കാൻ പറ്റുള്ളൂ. ചിതാഗ്നിക്ക് ശവത്തെ മാത്രമേ ദഹിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ചിത്താഗ്നിക്ക് സർവനാശം വിതയ്ക്കാൻ സാധിക്കും. ലോകത്തിലെ മുഴുവൻ യുദ്ധങ്ങൾ വരെ വരുന്നത് ഈ ചിത്താഗ്നിയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ചിത്താഗ്നിയെ നിയന്ത്രിച്ച് സൗന്ദര്യാത്മകമാക്കി മാറ്റണം എന്നുള്ളതാണ് ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചിത്തമലം നീക്കി, എന്ത് ചിത്തമാകുന്ന മലം നീക്കി ശിവമയമാക്കി മാറ്റുകയാണ് ശ്രീശങ്കര ഭഗവത്പാദർ. ഓരോ മനുഷ്യൻ്റെ ചിത്തത്തിലും ചിത്തമലം നീക്കി ശിവമയമാക്കി മാറ്റി ഉയർത്തുകയാണ്. അപ്പോൾ
ആ ശിവനാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ആ ശിവൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി മാറി? ശവമായി മാറി. അപ്പോൾ ഈ ശിവം ഇതിനകത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം, ഇത് ശവമാകുന്നിടത്തോളം കാലം ആ ശിവനിൽ ഒരു ആനന്ദം കാണണം. ആ ശിവനിൽ ആനന്ദം കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ആനന്ദത്തെ എപ്പോഴും നിലനിർത്തണം. അയ്യോ തിരുമേനി, ഇത് ഇത്ര ക്ലിയറായിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ തനിക്ക് ഷോക്ക് അടിച്ചിട്ടുണ്ടോ? ആ ഷോക്ക് അടിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പം ആ കമ്പി പോയിട്ട് തൊട്ടെ. അയ്യോ എനിക്ക് അനുഭൂതിയുണ്ട്, എനിക്ക് പണ്ട് ഷോക്ക് അടിച്ചു, ഇനി ഞാൻ അടിക്കൂല. ഇതുപോലെ ആ ശിവാനന്ദം കണ്ടെത്തണം. അപ്പോൾ ഇനി മുതൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ശിവാനന്ദ ലഹരിയുടെ തത്വം ഉൾക്കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ തന്ത്രസമുച്ചയത്തിൽ അടക്കം പറയുന്നത് ഈ ഈശ്വരനെ ഉപാസന ചെയ്ത്, ശ്രദ്ധിക്കൂ 4 ടൈപ്പിലാണ്: സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സായുജ്യം. എന്തൊക്കെ? സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സായുജ്യം. ഈ 4 രീതിയിലാണ് ഈശ്വര ഉപാസന ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ, ശ്രുതികളിൽ, വേദങ്ങളിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിക്കൂ, ഈ 4 എന്ത്? സാരൂപ്യം, സാമീപ്യം, സാലോക്യം, സായുജ്യം. ഈ 4 രീതിയിൽ ശിവനെ ഉപാസന ചെയ്യാൻ ശങ്കരാചാര്യർ ഒരു ചെറിയ ട്രെയിനിങ് കോഴ്സ് നമുക്ക് തരികയാണ്. ശങ്കരാചാര്യർ ട്രെയിനിങ് തരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വർണ്ണനാതീതമാണ്. ഈ കാര്യങ്ങൾ എനിക്ക് പറയാൻ തന്നെ സാധിക്കില്ല. കാരണം എൻ്റെ അനുഭവമാണ്. ഒന്നും അറിയാത്ത എൻ്റെ കൈകളിൽ പൊന്നിൻ്റെ അക്ഷരവും പങ്കും ലങ്കയതേഗിരിയും യത് കൃപാതമഹം, ഒന്നും പറയാൻ പറ്റാത്ത മൂകം കരോതി വാചാലം പങ്കും, മൂകനായ എന്നെ വാക്ക് തന്ന് വാചാലനാക്കിയ ശ്രീശങ്കര ഭഗവത്പാദരെ, അദ്ദേഹത്തിൻ്റെ ഇല്ലം, അദ്ദേഹം ജനിച്ച സ്ഥലം, ഇപ്പോൾ ചിന്മയ മിഷൻ്റെ എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾ, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് സ്വാമി ചിന്മയാനന്ദ മഹാരാജാവ്. അവരുടെ കയ്യിലാണ്, ഞങ്ങളുടെ ഒരു ഇതൊക്കെയാണ് അവിടെ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി താമസിക്കാറുണ്ട്. അപ്പോൾ ഈ ശങ്കരാചാര്യർ ജനിച്ച റൂമിൽ ഞാനും എൻ്റെ ആത്മസതീർത്ഥ്യനുമായ നിഷീത് ചൈതന്യജിയും ഒരു ദിവസം ഒരു 3 മണിക്കൂറോളം അവിടെ ഇരുന്നു. അപ്പോഴാണ് മേധാസൂക്തം ചൊല്ലിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഇരുന്നത്. മേധ ധിയോ യോ ന പ്രചോദയ, ശ്രീശങ്കര ഭഗവത്പാദർ വന്ന് ഈ ബുദ്ധിയുടെ ബോധത്തിൻ്റെ ന്യൂറോ സിസ്റ്റങ്ങൾ അല്പസ്വല്പം ഒന്ന് അനക്കി തന്നു. അനക്കി തരുന്നതോടുകൂടി പിന്നെ അദ്ദേഹത്തെ ഞാനും വിട്ടിട്ടില്ല, അദ്ദേഹം എന്നെയും വിട്ടിട്ടില്ല. ഏതായാലും ശരി, ആ ശിവാനന്ദ ലഹരിയിൽ പറയുന്നതെന്ന് സാരൂപ്യം തവ പൂജനേ, സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേദി സങ്കീർത്തനേ, സാരൂപ്യം തവ പൂജനേ ശിവമഹാദേവേദി സങ്കീർത്തനേ, സാമീപ്യം ശിവഭക്തിധുര്യ ജനതാ സാംഗത്യ സംഭാഷണേ, സാമീപ്യം ശിവഭക്തിധുര്യ ജനതാ സാംഗത്യ സംഭാഷണേ, സാലോക്യം ച സാലോക്യം ച സാലോക്യം ച ചരാചരാത്മകതനു ധ്യായേ ഭവാനീപദേ, സായുജ്യം മമ സിദ്ധിമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. ശ്രീശങ്കര ഭഗവത്പാദര് ഒരു മനുഷ്യജന്മം എങ്ങനെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, സാർത്ഥകമാക്കാൻ വ്യക്തമായിട്ട് ഇവിടെ ഒരു ഉപാസനാക്രമമാണ് ശങ്കരാചാര്യർ പറയുന്നു. അതിന് ഉപാസന ചെയ്യേണ്ടത് ആരാണ്? വിശ്വസുന്ദരനായ പരമേശ്വരനെയാണ് ഉപാസന ചെയ്യേണ്ടത്. നമുക്കറിയാം, പാർവതിയുടെ പേര് മറ്റൊന്നുമല്ല, അപർണ എന്നുള്ളതാണ്. എൻ്റെ അനന്തരവയുടെ പേരും അപർണ എന്നാണ്. ഈ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർവതി കേട്ടു
ലോകത്തിലെ ഏറ്റവും വലിയ അതീവ സുന്ദരനാണ് കൈലാസവാസിയായ പരമേശ്വരൻ. അത് കേട്ട് ഇവൾക്ക് പ്രാന്തളിക, എന്നാൽ ഏളെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന്. അങ്ങനെ അവരുടെ തപസ് അങ്ങനെ നീട്ടി കൊണ്ടുപോയി ഒരു ഇല മാത്രം, ആ പർണം ഒരു ഇലക്കഷ്ണം മാത്രം തിന്നു എന്നുള്ളതാണ് അർത്ഥം. ഇത് മാത്രം തിന്ന് ജീവിച്ചപ്പോൾ കൈലാസത്തിൽ നിന്ന് ശിവൻ വന്ന് പാർവതിയെ വിവാഹം ചെയ്തു. ഈ കൈലാസം എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഹിമാലയത്തിൽ കിലാഹാസ ഇതി കൈലാസ, അകത്തുള്ള ആസനമാണ്, അന്തരാത്മാവിലുള്ളതാണ്. ഈ ശിവൻ്റെ വാഹനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈലാസത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വെഹിക്കിളിൻ്റെ പേരാണ് എന്താണ്? നന്ദി. നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയണ്ട, അർത്ഥം എടുത്ത് നോക്കുക. നന്ദി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ധർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിലാസം ഉള്ളിൽ പരമേശ്വരനെ ഇരുത്തണം, ഞാൻ എൻ്റെ ധർമ്മം ചെയ്യണം. എന്താ ധർമ്മം? നമുക്കെല്ലാവർക്കും ഓരോ ധർമ്മമുണ്ട്. എനിക്ക് ഒരു പുത്രധർമ്മമുണ്ട്, എൻ്റെ അച്ഛനോട് പാലിക്കേണ്ടത്. ഒരു പുത്രധർമ്മമുണ്ട്, എൻ്റെ അമ്മയോട് പാലിക്കേണ്ടത്. ഒരു ഭർത്തൃധർമ്മമുണ്ട്, എൻ്റെ ഭാര്യയോട് പാലിക്കേണ്ടത്. ഒരു പുത്രധർമ്മമുണ്ട്, എൻ്റെ മകനോട് പാലിക്കേണ്ടത്. ഒരു പുത്രിധർമ്മമുണ്ട്, എൻ്റെ മകളോട് പാലിക്കേണ്ടത്. ഒരു സുഹൃദ്ധർമ്മമുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് പാലിക്കേണ്ടത്. ഒരു പൗരധർമ്മമുണ്ട്, എൻ്റെ രാഷ്ട്രത്തിനോട് ഒരു രാഷ്ട്രധർമ്മമുണ്ട്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉള്ളതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളതുപോലെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും ഉണ്ട്. ഇത് ചെയ്യുന്ന ഈ ധർമാനുഷ്ഠാനത്തെയാണ് ശിവൻ്റെ നന്ദീകേശൻ എന്ന് പറയുന്നത്. എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ശരി, ഈ വിശ്വസുന്ദരനെ അപർണ സ്വന്തമാക്കി. അപ്പോൾ ഈ വിശ്വസുന്ദരനെ അപർണ സ്വന്തമാക്കിയതുപോലെ ശ്രദ്ധിക്കണം, സാരൂപ്യം തവ പൂജനെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അങ്ങയെ ഞാൻ പൂജിക്കുന്നു. തവ എന്താണ് ആ വാക്കിൻ്റെ പേര്? തവ. ഈ ശങ്കരാചാര്യർ അവസാനിപ്പിക്കുന്നു, സായുജ്യം മമ സിദ്ധമത്ര. തവയിൽ നിന്നും തുടങ്ങി എവിടെ അവസാനിപ്പിക്കുന്നത്? മമയിലോട്ട്. അപ്പോൾ ദ്വൈതത്തിൽ തുടങ്ങി അദ്വൈതത്തിലോട്ട്. എൻ്റെ പൊന്നു ചേട്ടാ, ഇത് നമ്മളെ മലയാളികളെ പഠിപ്പിച്ച് ഉയർത്താൻ വേണ്ടിയിട്ട് ഇത് ശങ്കരാചാര്യർ സംസ്കൃതത്തിൽ ലോകം മുഴുവൻ ഇതാക്കിയപ്പോൾ ഈ കേരളത്തിൽ നാരായണൻ, ആദിനാരായണൻ തന്നെ, മഹാവിഷ്ണു തന്നെ ശ്രീനാരായണ ഗുരുദേവനായിട്ട് നമ്മളെ ഉയർത്തി. എങ്ങനെ? ഇതേ സിസ്റ്റമാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ എല്ലാത്തിലും. ശ്രദ്ധിക്കണം, അങ്ങ് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ കേട്ടോ, അദ്വൈതമതി. ദൈവമേ, ദൈവദശകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം. ഏത് ഉൽപ്പലാക്ഷിനെ അറിയാം, നിങ്ങൾക്കും അറിയാം. അയ്യോ, അറിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഉടനെ പോയിട്ട് പഠിക്കണം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതങ്ങു ഞങ്ങളെ. നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അമ്പലത്തിൽ ഉത്സവത്തിന് പോകുമ്പോൾ പറയല്ലേ, ക്രൗഡിൽ വരുമ്പോൾ, അച്ഛാ എൻ്റെ കൈ മുറുക്കി പിടിക്കുന്നു. അത് തന്നെ ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ പിതൃവാത്സല്യത്തിന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിലല്ല, ജന്മം ഇതാണ് പാഴായി. എന്നിട്ടോ ആഴണം വാഴണം നിൻ മഹസാമാഴിയിൽ, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടിജാലകവും സൃഷ്ടിക്കുള്ള സാമഗ്രിയാവുന്നതും എല്ലാം. അതിൻ്റെ മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ആൾ, പ്രൊഡക്റ്റ്, സൃഷ്ടി. ഇത് ഗുരുദേവൻ പറഞ്ഞെന്താണ്? ആഴണം. ഏത്? ഈ ചൈതന്യത്തിൽ ആഴണം. എന്നിട്ടോ വാഴണം. നിൻ മഹസ് ആ മഹാചൈതന്യമായി തീരണം. ഇത് പറയാനാണ് ശ്രീനാരായണ ഗുരുദേവനും ഇവിടെ അവതരിച്ച്. ഏതായാലും ശരി, ഇവിടെ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നമ്മളെ സാരൂപ്യം തവപൂജനെ എന്ന് പറഞ്ഞ് സായുജ്യം മമ സിദ്ധമർത്ഥ, തവയിൽ നിന്നും തുടങ്ങി മമയിലേക്കാണ് ഉയർത്തുന്നത്. അത് എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിക്കളയാം. അപ്പോൾ സാരൂപ്യം വേദങ്ങളിലുള്ള ഒരു ഇതാണിത്. സാരൂപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LKG പഠിക്കുന്ന കുട്ടികൾക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ. A ഫോർ ആപ്പിൾ, B ഫോർ ബനാന, C ഫോർ കാറ്റ്. ഇതുപോലെ വിഗ്രഹം, വിശേഷ ഗ്രാഹ്യത, ഇത് വിഗ്രഹം. അപ്പോൾ ആ ശിവൻ്റെ വിഗ്രഹത്തിൽ പോയിട്ട് വൈക്കത്തമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ശിവവിഗ്രഹത്തിൽ ചെന്ന് ആദ്യം ഒരു ഉപാസന നടത്തുക. ഇനി ലോകത്തുള്ള ഏത് ശിവക്ഷേത്രത്തിലും തന്ത്രി പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കുന്ന പ്രാണപ്രതിഷ്ഠാ മന്ത്രമാണ് നിങ്ങൾ ആദ്യം കേട്ടത്. ഈ പ്രാണപ്രതിഷ്ഠാ മന്ത്രം തന്നെയാണ് മേശാന്തി എല്ലാ പൂജകൾക്കും ആവാഹനയ്ക്ക് ചെയ്യുന്നത്.
അതിനകത്താണ് പറയുന്നത് ഞാൻ ആദ്യം ചൊല്ലിയത്. അത് വീണ്ടും അടിച്ച് നോക്കുക, പറ്റുന്നുണ്ടെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. ബിഭ്രദ്യോർഭിക്കുടാരം മൃഗം അഭയവരതകസ്ഥോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസജ നിലയോ വ്യാഘ്രജർമ്മ മാതവാസ ധ്യയേ മുക്താപരാഗാമൃത രസ കലിതാദ്രിപ്രഭ പഞ്ചവക്ത്ര. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ പ്രതിഷ്ഠയിലാണ് പറയണത് 5 മുഖങ്ങൾ. ഇനി മുതൽ വൈക്കത്തപ്പനെ ശിവന് 5 മുഖങ്ങളാണ്. ഈ 5 മുഖങ്ങളാണ് പഞ്ചഭൂതം. ഈ പഞ്ചഭൂതാത്മകമായിട്ടാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ആകാശം, വായു, ജലം, അഗ്നി, ഭൂമി. ഇതാണ് ഈ ശിവൻ്റെ 5 മുഖം. ഈ ശ്രദ്ധിക്കണം ഈ പരമമായ ഈശ്വരനെ, പരമേശ്വരനെ ശിവനായി നമ്മൾ ഈ ക്ഷേത്രത്തിൽ ആവാഹനം ചെയ്ത് പ്രതിഷ്ഠ ചെയ്യുകയാണ്. അപ്പോൾ ഈ ശിവനെ നമ്മൾ വിഗ്രഹത്തിലൂടെ പൂജിക്കുമ്പോൾ അതിന് 4 കൈകളാണ്. അപ്പോൾ ഒരു കയ്യിൽ ഒരു മഴു, മറ്റു കയ്യിൽ ഒരു മൃഗം, ഒരു മൃഗം, മറ്റേ കയ്യിൽ അഭയവും വരദവും. ഇത്രയേ ഉള്ളൂ. നിൻ്റെ സ്വഭാവം അത്ര ശരിയല്ല. നിൻ്റെ സ്വഭാവം ഇപ്പം മൃഗീയമാണ്, മൃഗത്തിൻ്റെ സ്വഭാവമാണ്. ഈ മൃഗീയതയിൽ നിന്നും മണികണ്ഠ നീ നന്നാവ്, നീ ഉയര്, നീ വെറുതെ എന്നെ കാണാന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് കാര്യമില്ല. നീ ആ ഗോപുരത്തെ കണ്ടിട്ടില്ലേ, എന്ന് പറഞ്ഞിട്ടൊരു വ്യാളി. ആ വ്യാളിയുടെ മൃഗീയത, കിം പുരുഷൻ, അത് മുഴുവൻ വലിച്ചെറിയൂ. നിന്നിൽ ദുഃഖ, ദുരിത, വൃത്തികേട്, നെഗറ്റീവ് തോട്ടുകളും എല്ലാ നെഗറ്റീവും നീ മതിലിൻ്റെ വെളിയിലോട്ട് വലിച്ചെറിയൂ. അപ്പോൾ നിൻ്റെ മൃഗീയ സ്വഭാവങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഞാനിത് ഈ മഴുവെടുത്ത് വെട്ടിക്കളയും. ഇതാണ് പരമേശ്വരൻ പറയും. അങ്ങനെ നീ പെർഫെക്റ്റായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ഭയമില്ലാത്ത അവസ്ഥ. ഒരു മനുഷ്യന് മരണഭയത്തെ പോലും അതിവർത്തിക്കാനാണ് പരമേശ്വരൻ നമ്മോട് അനുഗ്രഹം. അതാണ് അഭയവും. അങ്ങനെ അഭയമില്ലാത്ത അവസ്ഥയിലും പിന്നെ വരദാനങ്ങൾ നൽകി നിങ്ങളെ ഞാൻ ഉയർത്തുന്നതാണ്. ഇതാണ് ശിവൻ്റെ 4 കൈ. ഇനിയോ ചിലപ്പോൾ ശിവലിംഗമായിരിക്കും. അപ്പോൾ ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിളാണ്. ലിംഗമിത്തുച്യതേ സ്ഥൂലാപേക്ഷയോ സൂക്ഷ്മമീഷ്യതി. സ്ഥൂലമായിട്ട് പ്രപഞ്ചത്തെ കാണുക, ആ പ്രപഞ്ചത്തെ വളരെ സൂക്ഷ്മമായിട്ട് ഈ ലിംഗത്തിൽ കാണുക. അതിന് ഷാർപ്പ് എഡ്ജുകളില്ല, എല്ലാം കെർവ്ഡാണ്. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇതിൽ കാണുക. അപ്പോഴെന്താണ് തിരുമേനി മനസ്സിലായില്ലല്ലോ? ശിവമാത്മനി പശ്യന്തി പ്രതിമസ്യ അനയോഗ്യനാം അജ്ഞാനാം ഭാവനാർത്ഥായ പ്രതിമ പരികൽപ്പയെ. പ്രതിമ കൽപ്പിച്ചത് അജ്ഞാനികളായ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ലിംഗപൂജ. അപ്പോൾ സാരൂപ്യം തവ പൂജനേ ശിവ മഹാദേവേദി സങ്കീർത്തനേ. ശിവമഹാദേവേദി സങ്കീർത്തനെ. ഞാൻ നേരത്തെ പറഞ്ഞു ശിവ മഹാദേവേദി. അതെന്താ ശങ്കരാചാര്യർ ഇങ്ങനെ എഴുതിയത്? അതെന്താ ശങ്കരാചാര്യ ഇങ്ങനെ എഴുതിയത്? ഞാൻ കണ്ടു കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പൂജ ഇതൊക്കെ ചെയ്യുമ്പോഴേക്കും സ്വർണ്ണാഭരണങ്ങൾ, ഇതെന്താണ്? മോതിരം. അപ്പോൾ പൂജ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതെന്താണ്? മോതിരം. ഈ ശിവൻ എന്താണ്? ഒരു വിഗ്രഹത്തിലുള്ള ഒരു ചൈതന്യമാകുക. ശിവ മഹാദേവേദി. ഇതിപ്പോൾ പവിത്ര മോതിരമാണ്, അത് ശിവൻ. ഇനി ശിവ മഹാദേവേദി. ഇവൻ ആരാ? മഹാദേവനാണ്. ഇവൻ സ്വർണമാണ്. അപ്പോൾ സ്വർണ്ണാഭരണമായതുപോലെ മഹാദേവനാണ് ഇവിടെ ശിവനായിട്ട് നമ്മളെ പൂജ. എന്ത് രസമാണ്! ശ്രീശങ്കര ഭഗവത് നമ്മളെ മനസ്സിന് ഒരു മാജിക് ലോകത്തിലോട്ട്. ശിവ മഹാദേവേദി. അപ്പം മഹാദേവൻ എന്ന് വെച്ചാൽ പരമേശ്വരൻ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിനെ അന്തർബഹിഷ്ഠ തത്സർവമകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പരമേശ്വരൻ ശിവ മഹാദേവേദി മുതലായ രീതിയിൽ നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കണം, തൈരിൽ കടഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ വെണ്ണ കിട്ടുള്ളൂ. ശിവ മഹാദേവേദി ഏതൊക്കെ രീതിയിലായാലും സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കണം. ശിവ മഹാദേവേദി സങ്കീർത്തനെ. അപ്പോഴോ സാമീപ്യം കുറച്ചും കൂടെ അടുത്തേക്ക് വരും. ഇത് തുടങ്ങിയിട്ട് നമ്മൾ മതുക്കുള്ളിൽ കിടക്കുമ്പം സാമീപ്യം ശിവഭക്തി തുര്യജനത സംഗത്യ
സംഭാഷണേ. വളരെ രസാവഹമാണ്. സാമീപ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനിഷത്ത് എന്നുള്ളതാണ് അർത്ഥം. ഉപനിഷത്ത് പറഞ്ഞാൽ ഉപനിഷാദയിതി, അടുത്ത് കീഴ്മയോടുകൂടി ഇരിക്കുന്നവന് ഒഴുകി ലഭിക്കുന്നതാണ് ഉപനിഷത്ത്. യശോപനിഷത്ത് ശ്രീശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യം സ്വാമി ചിന്മയാനന്ദ മഹാരാജിൻ്റെ ശിഷ്യൻ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളാണ് എന്നെ പഠിപ്പിച്ചത്. ഈശ കേശ കഠ പ്രശ്ന മുണ്ടമാണ്ഡുക്യ തൈത്തിരി ഐത്തിരി അഞ്ച ചാന്തോക്യ ബൃഹതാരണ്യകം തഥ. ഇങ്ങനെ ദശോപനിഷത്തുക്കൾ പഠിച്ചു, ആ പരമ്പരയിൽ നിന്നും പഠിക്കാൻ സാധിച്ചു. ഇതാണ് ഉപാസന. അങ്ങനെ ഉപനിഷത്ത് അടുത്തിരുത്തണം. എവിടെ? ആരെ അടുത്തിരുത്തേണ്ടത്? ആരെ? കൂട്ടുകാരിയോ അല്ല, കൂട്ടുകാരനോ അല്ല, പിന്നെ പരമേശ്വരനെ അകത്ത് അന്തരാത്മാവായി ഇരുത്തി അതിനെ ഉപാസനം. ഈ ചെയറിലിപ്പോൾ ഞാൻ ഇരുന്നതിന് വേറൊരാൾക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, ഹൃദയത്തിൽ പരമേശ്വരനെ ഇരുത്തണം. എന്താ ഇത്ര ഇരുത്താൻ താല്പര്യം? പരമപ്രേമസ്വരൂപനാണ്, വിശ്വസുന്ദരനായ ആ പരമേശ്വരനെ അകത്ത് അന്തരാത്മാവിലിരുത്തിയാലോ സാമീപ്യം. ശിവഭക്തി. ഭക്തി ഭക്തി എന്താണ്? മനസ്സ് തൃപ്തിയായാൽ അത് തന്നെ ഭക്തി. ഭക്തി തന്നെ പരമപ്രേമം. അതിനെന്ത് വേണം? നാമജപം വേണം. ശിവഭക്തിയാൽ അന്വേഷണം വേണം, ശാസ്ത്രപഠനം വേണം. ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരി നമ്മൾ പഠിക്കണം, ശാസ്ത്രപഠനം വേണം. എന്നിട്ടോ അത് പ്രചരിപ്പിക്കണം. നിങ്ങൾ കേട്ടില്ലേ? കേട്ടു. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു. ഇതുപോലെ നിങ്ങൾ ഒരിക്കൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത്. അതാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? ജനതാ സാങ്കത്യ സംഭാഷണേ. മറ്റുള്ള ആൾക്കാരോടും ശിവമഹിമ എന്താണെന്ന് പറയണം. അപ്പോൾ വിദ്യ കൊടുക്കും തോറും വർദ്ധിച്ചു വരും. അപ്പോൾ ആ സംഭാഷണം എന്താണ്? പരമേശ്വരനെ കുറിച്ചിട്ട് ആയിരിക്കണം. അപ്പോൾ മാതാ ച പാർവതീ ദേവി പിതാ ദൈവോ മഹേശ്വര ബാന്ധവാം ശിവഭക്താന സ്വദേശോ ഭുവനത്രയ. അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ എഴുതുന്നത് എൻ്റെ മാതാവാണ് പരമേശ്വരൻ, എൻ്റെ പിതാവാണ് പരമേശ്വരൻ. മാതാ ച പാർവദേവി പിതാ ദൈവോ മഹേശ്വര ബാന്ധവാം ശിവഭക്താനാം. എൻ്റെ ബന്ധുക്കളാണ് ഈ ശിവഭക്തന്മാർ. സ്വദേശോ ഭുവനത്രയ, എൻ്റെ സ്വദേശമാണ് ഈ 3 ലോകരാജ്യവും. അപ്പോൾ ആ നമശിവായ ജപത്തിലോ നമശിവാഭ്യാം നാമ പരമൌഷധേഭ്യാം, നമശിവാഭ്യാം ശിവനെക്കുറിച്ചുള്ള ഈ നാമജപമാണ് നാമമാകുന്ന പരമമാകുന്ന ഔഷധം. ഇത് എല്ലാ ജീവിത ദുഃഖങ്ങളെയും നശിപ്പിക്കും. പിന്നെ എന്താണ്? സാലോക്യം. സാലോക്യം ച ചരാചരാത്മക തനുധ്യായോ ധ്യായേന ധ്യായേ ഭവാനീപദേ. സാലോക്യം ച ച ചരാചര. ച എന്ന് പറഞ്ഞാൽ എക്സെട്ര. ചരാചരം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവത്തിലും പരമേശ്വരനെ കാണണം. അതിനെന്ത് വേണം? ചിന്ത. ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തു പറഞ്ഞു, ചിന്താമ പരിമേയാം ച പ്രളയാന്ത്യാമുപാസതേ. അൺബ്രോക്കൺ ചെയിൻ ഓഫ് തോട്ട്. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും, ഈ ചിന്ത പ്രളയാന്ത്യം വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഈ ചിന്തകളാണ് സാലോക്യം. തസ്മാൽ സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, എപ്പോഴും ഭഗവത് ചിന്തകൾ. തസ്മാൽ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. അത് പരമേശ്വരനുമായി ലയിച്ചു ചേർന്ന് ഒന്നു ചേരാൻ സാധിക്കും. ചരാചരാത്മക തനുധ്യാനേ. തനു എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ ജീവജാലങ്ങളായ സർവ്വജീവജാലങ്ങളിലും പരമേശ്വരനെ കാണുന്ന രീതിയിൽ മനസ്സിനെ ട്രെയിൻ ചെയ്ത് ഉയർത്തുമ്പോഴേക്കും സാലോക്യം ച ചരാചരാത്മക തനുധ്യായേ ഭവാനീപദേ. ഭവാനീപദേ. എനിക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ നമ്പർ ഉണ്ടായതുകൊണ്ട് ശങ്കരാചാര്യരല്ല ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, ഞാനിപ്പോൾ കൈലാസത്തിലാണ് ഉള്ളത്. ഈ ഭവാനീപദേ എന്ന് പറഞ്ഞാൽ എന്താ കൃത്യമായിട്ട് മനസ്സിലായില്ലല്ലോ. അത് മണികണ്ഠാന്ന് പറഞ്ഞ് എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭവാനി. ഭവ എന്ന് പറഞ്ഞാൽ രൂപനാമാത്മകമായി ഭവിച്ച പ്രപഞ്ചത്തിലെ സർവ്വവും.
പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ എന്ത് സംഭവവും, നിങ്ങൾ രൂപം എന്ത് പേരിലും എന്ത് രൂപത്തിലും എന്ത് പേരിൽ കാണുന്ന സർവത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രപഞ്ചം. അതാണ് ഭൂതം. ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിനെയുമാണ് ഭവിച്ചതിനാണ് ഭവാനി. ആ ഭവിച്ച സർവത്തിൻ്റെയും പതി എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുകയും വികസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നത്. അതാണ് ഭവാനി പദേ. ഈ രീതിയിൽ ഇനി ജീവിതത്തിൽ പരമേശ്വരനെ കാണും. പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും ഭരിച്ചും സംഹരിച്ചും നിലനിർത്തുന്നതാണ് പരമേശ്വരൻ എന്ന് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഭവാനീപദേ ഇത്രയേ ഉള്ളൂ. ജഗത്പദേ എന്ന് നമ്മൾ പറയാറില്ലേ? ജഗത്പതിയായ പരമേശ്വരൻ, ജഗതോദ്ധാരകനായ പരമേശ്വരൻ. ഇനിയാണ് തമാശ കിടക്കുന്നത്. സായുജ്യം മമ സിദ്ധമത്ര ഭവതി സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. സായുജ്യം മമ, നേരത്തെ തവായും തുടങ്ങി, ഇപ്പം എന്തായി? സായുജ്യമായപ്പോൾ മമ. ഈ സായുജ്യം തുടങ്ങി അതിനകത്തൊരു യോഗയുണ്ട്. യോഗ എന്ന് വെച്ചാൽ പതഞ്ജലിയുടെ യോഗ. ഒന്നുമില്ല, ചിത്തവൃത്തി നിരോധിത. ഇനി അനാവശ്യമായിട്ടുള്ള ഒരു ദുഃഖ ദുരിത ചിന്തകളും നമ്മളിലോട്ട് കടക്കരുത്. അതിനെ ബാൻ ചെയ്യണം. ഇതാണ് ചിത്തവൃത്തി നിരോധിതാഹ. ഇതാണ് സായുജ്യം. അപ്പോൾ ചിത്തവൃത്തികളെല്ലാം നിരോധിച്ചു കഴിഞ്ഞാലോ യുജ്യതേ ഇത് യോഗ. പരമേശ്വരനുമായിട്ട് പാലിൽ വെള്ളം ലയിച്ചു ചേരുന്ന പോലെ നമുക്ക് ലയിച്ചു ചേരാം. അപ്പോഴോ മയ്യർപ്പിത മനോബുദ്ധി മാമേ വൈശിഷ്യ സംശയാ. ബുദ്ധിയും മനസ്സും പരമേശ്വരനെ ലയിപ്പിക്കുക. അതിന് പറയും മാ മനുസ്മര ചിത്തം മയ്യേവ പ്രവിലീയതേ. ചിത്തം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിത്വം പരമേശ്വരനിൽ ലയിച്ചു ചേർന്ന് ഒന്നായി ചേരും. അപ്പോൾ ദേഹോ ദേവാലയം ജീവയേവ സദാശിവം. എൻ്റെ ദേഹം തന്നെയാണ് ദേവാലയം, അതിനകത്തുള്ള ജീവനാണ് ശിവനെന്ന്. അപ്പോൾ ആത്മാത്വം ഗിരിജാമതിം സഹചര പ്രാണശരീരം ഗൃഹം. കേട്ടോ ആത്മാത്വം, എൻ്റെ ആത്മാവാരാണ്? ഗിരിജാമതിം. അപ്പോൾ ഗിരിജ ഹിമവാന്റെ പുത്രിയാണ് ഗിരിജാമതി. ഹിമവാന്റെ പുത്രിയായ പാർവതിയുടെ മതിയായ ബുദ്ധിയായ പരമേശ്വരൻ, അതാണ് എൻ്റെ ആത്മാവ്. അപ്പോൾ ആ ബന്ധം ഞാനും പരമേശ്വരനും തമ്മിൽ ഉണ്ടാവണം. ആത്മാത്വം ഗിരിജാമതിൻ സഹചര, എപ്പോഴും കൊണ്ടു നടക്കണം ഈ ബുദ്ധിസ്വരൂപമായ പരമേശ്വരനെ. ആത്മാത്വം ഗിരിജാമതിം സഹചര പ്രാണശരീരം ഗൃഹം. ഈ ശരീരം തന്നെയാണ് പരമേശ്വരൻ്റെ ക്ഷേത്രം. ഇതിനകത്തുള്ള പ്രാണനാണ് പരമേശ്വരൻ. എന്താണ് വേദങ്ങൾ എത്ര കൃത്യമാണ് മനുഷ്യനെ ഉയർത്തുന്നത്. അപ്പം സമ്പൂർണതയിലേക്ക് ഉയർത്തുകയാണ്, സമ്പൂർണ്ണ പരമാനന്ദത്തിലേക്ക് ഉയർത്തുകയാണ്, സച്ചിദാനന്ദത്തിലേക്ക് ഉയർത്തുകയാണ്. അപ്പോൾ ശ്രീശങ്കര ഭഗവത്പാദർ നമ്മുടെ നിർവാണാഷ്ടകത്തിൽ പറഞ്ഞ അവസ്ഥയിലോട്ട് നമ്മൾ വരും. എന്താണ് നിർവാണാഷ്ടകത്തിൽ പറഞ്ഞത്? മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വ ന ച ഘ്രാണനേത്ര ന ചൗവ്യോമ ഭൂമേ ന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം. സത്ത് ചിത്ത് ആനന്ദത്തോടു കൂടിയിട്ടുള്ള ആ പരമേശ്വരനാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോഴത്തേക്കും ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥോ ന വേദോ ന യജ്ഞോ അഹം ഭോജനം ചിദാനന്ദരൂപ ശിവോഹം. ഈ നിലയിലോട്ട് നമ്മളങ്ങോട്ട് ഉയർത്തുമ്പോഴേക്കും സായുജ്യം മമ സിദ്ധമത്ര ഭവതി സ്വാമിൻ സ്വാമിൻ സ്വാമിൻ. ആ ഉള്ളിലുള്ള പരമേശ്വരൻ, സ്വാമി എന്ന് പറഞ്ഞാൽ റൂളർ, ഗവർണർ, എംപറർ,
ചക്രവർത്തിയായി എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ബോധത്തെ, എൻ്റെ ജീവാത്മാവിനെ ഞാൻ ആ പരമാത്മാവുമായി ലയിപ്പിച്ച് സ്വാമിൻ കൃതാർത്ഥോസ്മ്യഹം. കൃത അർത്ഥം, അർത്ഥം ധർമാർത്ഥ പുരുഷാർത്ഥങ്ങൾ എല്ലാം ഞാൻ നേടി. കൃത അർത്ഥം നേട്ടങ്ങൾ നേടി. അതിന് മുഴുവൻ കർമ്മങ്ങളുണ്ട്. ദേശകാലങ്ങളിൽ വെച്ച് ഇന്ദ്രിയങ്ങൾ വ്യവഹാരമായ കർമ്മങ്ങൾ കൃത അർത്ഥം. ജന്മാർത്ഥ കാമമോക്ഷങ്ങളെല്ലാം കൃതാർത്ഥ കർമ്മങ്ങൾ, ജന്മകർമ്മങ്ങളിൽ അർത്ഥസമ്പുഷ്ടമായി ശിവഭജനത്തിലൂടെ മാർക്കണ്ഡേയനെ ശിവനാമത്തിൽ അനശ്വരമാക്കി ചിരഞ്ജീവിയാക്കിയതുപോലെ എന്നെയും പരമേശ്വരൻ മാർക്കണ്ഡേയനെ ഉയർത്തിയതുപോലെ ചിരഞ്ജീവിയായി ഉയർത്തുന്നു. ആ പരമേശ്വരനായ, ആ ദക്ഷിണാമൂർത്തിയായ ശങ്കരൻ്റെ സമ്പൂർണ്ണ ജ്ഞാനാവതാരമായ ഈ ശങ്കരാചാര്യർ നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ്. എന്നിട്ടോ പദംഭോജം ശംഭോർഭജ പരമസൗഖ്യൗവ്രജസുഖീ. പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുഖി. ആ പരമേശ്വരൻ്റെ പാദത്തിലാണ്, ശ്രദ്ധിക്കൂ, ഞാൻ നിലനിൽക്കുന്നത്. ആ പരമേശ്വരൻ്റെ പാദത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. ആ പരമേശ്വരൻ്റെ പാദത്തിലാണ് ഞാൻ വളരുന്നത്. ആ പരമേശ്വരൻ്റെ പാദത്തിനകത്തോട്ട് ഞാൻ ലയിച്ചു ചേരുന്നതുവരെ ആ ശംഭു എൻ്റെ ഹൃദയത്തിൽ ആത്യന്തികം പരമശാന്തിയായി വിലസുമ്പോൾ പരമസൗഖ്യം വ്രജ സുഖി, എനിക്ക് സന്തോഷമായിട്ടുള്ള ജീവിതം എനിക്ക് നൽകണമേ പരമേശ്വര. അപ്പോഴോ ആ കാലോസ്മി ലോകക്ഷയഗത് പ്രവൃത്തോ, കാലമാകുന്ന മരണമെന്ന മഹോത്സവം, എന്ത് കാലമാകുന്ന മരണമാകുന്ന മഹോത്സവം ഒരു ദിവസം വരും. ആ ദിവസം വരുമ്പോഴോ അനായാസേന മരണം വിനാ ദൈത്യേന ജീവനം ദേഹാന്തരേ തവ സാന്നിധ്യം ദേഹിമേ പരമേശ്വരം. വളരെ സിമ്പിളായിട്ട് കറണ്ട് പോകുന്നത് പോലെ മരിക്കണം. ആ നിമിഷം വരെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ദേഹാന്തരേ തവ സാന്നിധ്യം, ഈ ദേഹത്തിൽ അങ്ങയുടെ സാന്നിധ്യം. ഇതെന്താ തിരുമേനി? ഒന്നുമില്ല, ഐൻസ്റ്റീൻ്റെ കോസ്മിക് എനർജി യൂട്യൂബ് എടുത്ത് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞുതരും. കോസ്മിക് എനർജിയായി 37 ട്രില്യൺ കോശങ്ങളിലും 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടായിട്ടുള്ള കോസ്മിക് എനർജിയായിട്ട് ദേഹാന്തരേ തവ സാന്നിധ്യം, അങ്ങയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കണമേ. അതുവരെയുള്ള ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റാം. അതിന് ശങ്കരാചാര്യർ തന്നെ ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ പറയുന്നു, ക്ഷന്തവ്യം മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ശരണമയ്യപ്പോ.